ചേച്ചി ഓ ഞാൻ കണ്ട് അത് സംഭവേ അളിയനൊരു ആഗ്രഹം പറഞ്ഞപ്പം ഞാൻ എടുത്തും കൊടുത്തതാ. പോസ്റ്റ് ചെയ്തോ ഞാനല്ല, അളിയനായിരിക്കും. എങ്ങനെയുണ്ട് വീട്ടുകാരെന്ത് പറയണ അവിടെ? കളിയാക്കല? ഇല്ല, ഞാൻ പുറത്തിറങ്ങിയില്ല. അളിയൻ ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പ് ഒന്ന് പുറത്തോട്ട് പോയായിരുന്നു. എന്തിനാണെന്ന് അറിഞ്ഞൂടാ. ഓ ഓ അളിയൻ പറഞ്ഞോണ്ടേ, ആ മുഖം 2 സൈഡിലും പൊത്തി പിടിച്ചിട്ടുണ്ട്. ഞാൻ വിളിക്കാവേ. എടാ തൊരപ്പാ, ഈ സ്വന്തം അളിയിലിട്ട് എന്നെ താങ്ങിയല്ലടാ. തറയെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയെ വെച്ചാൽ പെയിനരിക്കും ഓർത്ത് ഓമനിച്ച് ഈ കയ്യിലിട്ട് വളർത്തിയിലാണ് നിന്നെ. എന്നിട്ട് നീ തന്നെ എന്റെ അടുത്ത് ചെയ്തല്ലോടാ. അളിയാ സത്യമായിട്ട് ഇത് ചെയ്തത് ഞാൻ. എടാ പാവപ്പെട്ട നമ്മുടെ അളിയനെ നീ അടിച്ചങ്ങ് ഏറി കയറ്റിയല്ലടാ. വല്ലപ്പോഴും ഫ്ലൈറ്റ് യാത്രയോ മാത്രം ഏറിപ്പോയിക്കൊണ്ടിരുന്ന അളിയനെ നീ ഒറ്റ അടിക്ക് ഫ്ലൈറ്റ് പോലും ഇല്ലാതെ ഏറി കയറ്റി വിട്ടല്ലടാ. എന്റെ പൊന്നളിയാ ഇരിക്കുന്നതാ. നീ ഏതാ ഇവിടെ? അതവിടെ നിക്കട്ടെ. എടാ നിന്നോട് ഞാൻ എന്ത് തെറ്റാടാ ചെയ്തേ? എന്റെ പൊന്നളിയാ സത്യമായിട്ട് എനിക്കത് അറിഞ്ഞൂടാ. ഞാൻ അല്ലത് ചെയ്തേ. നീ പറ, ഞാൻ അല്ലത് ചെയ്തേ. എന്താ പ്രശ്നം? ഒന്നും അറിഞ്ഞില്ലേ? ഇല്ല. ഈ കേശു പാവപ്പെട്ട നമ്മളെ അളിയനെ വൈറലാക്കി അങ്ങ് വിട്ട്. அந்த வீடியோ வந்து வைரல் ஆயிடுச்சா? അയ്യോ വീഡിയോ അളിയൻ മൊത്തത്തിൽ അങ്ങ് വൈറലായി, ഫേമസ് ആയി ഇപ്പം. ஐயோ நான் அப்பவே நினைச்சேன் அந்த வீடியோ வந்து ரொம்ப வைரல் ஆகும்னு. എന്റെ പൊന്നളിയാ സത്യമായിട്ട് ആ വീഡിയോ ഞാനല്ല പോസ്റ്റ് ചെയ്തേ. നീ അല്ലെങ്കിൽ പിന്നെ ആരാ പോസ്റ്റ് ചെയ്യാ? നീ അല്ലെങ്കിൽ പിന്നെ ആരാ പോസ്റ്റ് ചെയ്യാ? എനിക്കറിഞ്ഞൂടാ. അമ്മുമ്മയോ? ഞാനല്ല. പിന്നെ കനകാന്റിയോ? ഞാൻ ഇല്ലപ്പാ. അതോ എട്ടും മുട്ടും തരാത്ത പാറു? എന്താടാ അളിയാ? എന്താ പാറൂസേ? കനകാന്റിയുടെ ഫോണിൽ നിന്ന് ഞാനാ വീഡിയോ പോസ്റ്റ് ചെയ്തത്. അളിയന്റെ കഴിവ് എല്ലാവരും അറിയട്ടെ എന്ന് വിചാരിച്ചു. അളിയൻ ഫേമസ് ആയി കഴിഞ്ഞാൽ ഞാനും ഫേമസ് ആവുമല്ലോ. എന്റെ പാറൂസേ, മക്കളെ സ്കൂളിൽ പോയില്ലെങ്കിലും ഉണ്ടല്ലോ നന്നായി വരും. അമ്മുമ്മ എടാ, ഞാനിനി എങ്ങനെ നാട്ടുകാരുടെ മുഖത്ത് നോക്കൂടാ? ഒരു കാര്യം, ഈ വീട്ടിലുള്ള എല്ലാവർക്കും കൂടെ ആയിട്ട് ഞാൻ ഒരു ഉപദേശം തരാം. ഒരാൾക്ക് കഴിവില്ല എങ്കിലേ അയാളുടെ മുഖത്ത് നോക്കി കഴിവില്ല എന്ന് പറയണം, അല്ലാതെ ചുമ്മാ പ്രോത്സാഹിപ്പിക്കാൻ നിൽക്കരുത്. കഴിവില്ല അങ്ങനെ മുഖത്ത് നോക്കി പറയണം. അളിയാ, അളിയൻ ഇപ്പൊ പറയുന്ന കേട്ടിട്ടെ ടോവിനോ തോമസ് ഡയലോഗ് പറയുന്ന പോലെ ഉണ്ട്. എന്റെ പൊന്നു പാറൂസേ, ഞാൻ എങ്ങനെങ്കിലും ഒന്ന് ജീവിച്ചു പൊക്കോട്ടെ പ്ലീസ്.